നമസ്കാരം. ഇന്ന് മെയ് 1 സാർവദേശീയ തൊഴിലാളി ദിനം. മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങൾ, ന്യായമായ വേതനം, തൊഴിലാളികളുടെ അവകാശങ്ങൾ എന്നിവ നേടിയെടുക്കുന്നതിൽ തൊഴിലാളി പ്രസ്ഥാനം കൈവരിച്ച നേട്ടങ്ങൾ അംഗീകരിക്കാനും ആഘോഷിക്കാനുമുള്ള ദിനമാണ് മെയ് ദിനം. 1886 മെയ് 4 ചിക്കാഗോയിൽ നടന്ന ഹെയ് മാർക്കറ്റ് അഫെയർ മെയ് ദിന ചരിത്രത്തിൽ സുപ്രധാനമായ പങ്കുവഹിച്ചു. 8 മണിക്കൂർ ജോലിക്കായി തൊഴിലാളികൾ നടത്തിയ റാലി അക്രമാസക്തമായതും പിന്നീടുണ്ടായ വിചാരണയിൽ നിരവധി തൊഴിലാളികൾ വധശിക്ഷയ്ക്ക് വിധേയമായതും ചരിത്രമാണ്. ഇങ്ങനെയുള്ള നിരവധി പോരാട്ടങ്ങളാണ് തൊഴിലാളി വർഗ പോരാട്ടങ്ങൾക്ക് കരുത്തേകുന്നത്. ഈ തൊഴിലാളി ദിനത്തിൽ വാർത്തകളുടെ ലോകത്തേക്ക് കടക്കുകയാണ് സൗത്ത് വിഷൻ. വാർത്തകൾ സത്യസന്ധമാകേണ്ടതിൻ്റെ പൊരുൾ തിരിച്ചറിയുന്നു, ഒപ്പം സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും. ആ തിരിച്ചറിവ് കരുതലും കരുത്തുമാണെന്ന ബോധ്യത്തോടെ എല്ലാ പ്രേക്ഷകർക്കും മെയ് ദിനാശംസകൾ നേർന്നുകൊണ്ട് സൗത്ത് വിഷൻ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. സാർവദേശീയ തൊഴിലാളി ദിനം. വിവിധ കേന്ദ്രങ്ങളിൽ മെയ് ദിന റാലികളും പൊതുയോഗവും സംയുക്ത ട്രേഡ് യൂണിയനുകളുടെയും വിവിധ തൊഴിലാളി സംഘടനകളുടെയും ആഭിമുഖ്യത്തിലായിരുന്നു മെയ് ദിനാചരണം. കെട്ടിടം റെഡി. മെഡിക്കൽ ഉപകരണങ്ങൾക്കായി പക്ഷേ കാത്തിരിപ്പ് തുടരുന്നു. നീണ്ടകര താലൂക്ക് ആശുപത്രി ഉദ്ഘാടനം ഇനിയും വൈകും. വികസനത്തിന് തുടക്കം കുറിച്ചത് 4 വർഷം. രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞിട്ടും ഇന്ധന വില കുറയ്ക്കാതെ കേന്ദ്ര സർക്കാർ. അധിക ഭാരം ജനങ്ങളിൽ അടിച്ചേൽപ്പിച്ച് കേന്ദ്രവും പൊതുമേഖല എണ്ണ കമ്പനികളും. രാജ്യാന്തര വിലക്കനുസരിച്ച് ഇന്ത്യ വാങ്ങുന്ന എണ്ണയുടെ ശരാശരി വിലയിലും വൻ കുറവ്. കാത്തിരിപ്പുകൾക്കൊടുവിൽ പുനലൂർ ശ്രീരാമവർമ്മപുരം മാർക്കറ്റ് നവീകരണത്തിന് തുടക്കമായി. തീരദേശ വികസന കോർപ്പറേഷനും നഗരസഭയും ചേർന്നാണ് നിർമ്മാണം. വാർത്തകൾ വിശദമായി. CITU, AITUC എന്നിവയുടെ ആഭിമുഖ്യത്തിൽ മെയ് ദിന റാലി സംഘടിപ്പിച്ചു. കൊറ്റംകുളങ്ങരയിൽ നിന്നും ആരംഭിച്ച റാലി നല്ലേടത്തുമുക്കിൽ സമാപിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ സംയുക്ത ട്രേഡ് യൂണിയൻ മെയ് ദിന റാലിയും നടത്തി. UTUCയുടെ നേതൃത്വത്തിലും മെയ് ദിന റാലി സംഘടിപ്പിച്ചു. പൊതുസമ്മേളനവും നടത്തി. സാർവദേശീയ തൊഴിലാളി ദിനത്തിന്റെ ഭാഗമായാണ് വിവിധ കേന്ദ്രങ്ങളിൽ മെയ് ദിന റാലി സംഘടിപ്പിച്ചത്. ചവറയിൽ CITU, AITUC എന്നിവ സംയുക്തമായി മെയ് ദിന റാലി സംഘടിപ്പിച്ചു. കൊറ്റൻകുളങ്ങരയിൽ നിന്നും ആരംഭിച്ച റാലി നല്ലേടത്തുമുക്കിൽ സമാപിച്ചു. തുടർന്ന് നടത്തിയ സമ്മേളനം CITU സംസ്ഥാന കമ്മിറ്റി അംഗം T. മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. 1917 മുതൽ സോവിയറ്റ് വിപ്ലവം മുതൽ സോവിയറ്റ് സോഷ്യലിസ്റ്റ് സാമ്രാജ്യം തകരുന്ന 1991 വരെയുള്ള ലോകക്രമം പരിശോധിച്ചാൽ ലോകത്ത് ഈ അവസരത്തിൽ നിന്ന സമാധാനം മാത്രമല്ല, പാവപ്പെട്ട രാജ്യങ്ങളെ സംരക്ഷിക്കുക മാത്രമല്ല, അടിച്ചമർത്തപ്പെട്ടവരുടെ ഉയർത്തെഴുന്നേൽപ്പിനെ സഹായിക്കുക മാത്രമല്ല, സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ ഉള്ള രാജ്യങ്ങളിലെ സ്വാതന്ത്ര്യ സമരത്തെ സഹായിക്കുക മാത്രമല്ല, ലോകത്തെമ്പാടും 1991 വരെ അമേരിക്കൻ മുതലാളിത്തത്തിന് സാമ്രാജ്യ ശക്തികൾക്ക് തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതിന് ഒരു പരിധി ഇട്ടിരുന്നു. അതാണ് പ്രധാനം. ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ്. അമേരിക്ക പോലും അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തിപ്പെട്ട് അവിടെയും സോഷ്യലിസ്റ്റ് ഗവൺമെന്റുകളെ പേടിച്ച് അമേരിക്ക ഉൾപ്പെടെയുള്ള മുതലാളിത്ത രാജ്യങ്ങളിൽ പോലും സോഷ്യലിസ്റ്റ് വ്യവസ്ഥ നിലനിന്ന കാലഘട്ടത്തിൽ തൊഴിലാളികൾക്ക് ആവശ്യമായ ക്ഷേമ പ്രവർത്തനങ്ങൾ ഒരു പരിധിവരെ നടത്തിയിരുന്നു എന്ന് പറഞ്ഞാൽ എത്രമാത്രമാണ് അമേരിക്കൻ മുതലാളിത്തവും ലോക മുതലാളിത്തവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും സോവിയറ്റ് യൂണിയനിലെ ഭരണവ്യവസ്ഥയെയും പേടിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. PB ശിവൻ അധ്യക്ഷത വഹിച്ചു. R. സുരേന്ദ്രൻപിള്ള, മുരളീധരൻ, R. രവീന്ദ്രൻ, ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA, അനിൽ പുത്തേഴം, R. മുരളി, TA തങ്ങൾ, ഷാജി S. പള്ളിപ്പാടൻ, VC രതീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. UTUCയുടെ നേതൃത്വത്തിലും ചവറയിൽ മെയ് ദിന റാലി സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് പൊതുസമ്മേളനവും നടന്നു. RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ മെയ് ദിന സന്ദേശം നൽകി. പൊതുസമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പോരാട്ടത്തെ ശക്തി കുറയ്ക്കാൻ ആവശ്യമായ നിലപാടും കേന്ദ്ര സർക്കാർ തന്ത്രപരമായി സ്വീകരിക്കും. തൊഴിലാളികൾ സംഘടിതരായിരിക്കണം, തൊഴിലാളികൾ സംഘടനക്കുണ്ടായിരിക്കണം, തൊഴിലാളികൾ പോരാട്ടം കൂടുതൽ ശക്തമാക്കണം എന്ന കാലഘട്ടത്തിന്റെ അനിവാര്യത തൊഴിലാളിയെ ഏറ്റെടുപ്പിക്കാതിരിക്കാനുള്ള ബുദ്ധിപരമായ നിലപാടുകൾ
വളരെ തന്ത്രപരമായി സ്വീകരിക്കുന്ന സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. സി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വാഴയിൽ അസീസ് പതാക ഉയർത്തി. UTUC സംസ്ഥാന ട്രഷറർ മനോജ് മോൻ, RSP സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം AM സാലി, മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ജസ്റ്റിൻ ജോൺ, UTUC സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി നന്ദകുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗം ഇടയിലെ മുറി സന്തോഷ്, സുനിൽകുമാർ, ജയലക്ഷ്മി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. ഇന്നു മുതൽ ബാങ്ക് ATMകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ATM കൗണ്ടറുകൾ വഴി പണം പിൻവലിക്കുന്നതിന് നൽകേണ്ട നിരക്കുകളിൽ മാറ്റം വന്നു. പണം പിൻവലിക്കുന്നതിനുള്ള സൗജന്യ ഇടപാടുകൾക്ക് പുറമേയുള്ള ഓരോ ട്രാൻസാക്ഷനും 2 രൂപ അധികം നൽകണം. റിസർവ് ബാങ്കാണ് ATM ഇടപാടുകളിൽ നിരക്ക് വർധനവ് പ്രഖ്യാപിച്ചത്. മെയ് 1 മുതൽ ATM കൗണ്ടർ വഴി പണം പിൻവലിക്കുന്നതിന് നൽകേണ്ട നിരക്കുകളിലാണ് മാറ്റം വരുന്നത്. റിസർവ് ബാങ്കാണ് ATM ഇടപാടുകളിൽ നിരക്ക് വർധന പ്രഖ്യാപിച്ചത്. പണം പിൻവലിക്കാനുള്ള സൗജന്യ ഇടപാടുകൾക്ക് പുറമേയുള്ള ഓരോ ട്രാൻസാക്ഷനും നിലവിൽ 21 രൂപയാണ് നൽകുന്നത്. എന്നാൽ 1-ാം തീയതി മുതൽ ഇത് 23 രൂപയാകും. അക്കൗണ്ടുള്ള ബാങ്കുകളുടെ ATMൽ നിന്ന് 5 തവണയും മറ്റു ബാങ്കുകളുടെ ATMൽ നിന്ന് 3 തവണയും പണം സൗജന്യമായി പിൻവലിക്കാം. ATM കൗണ്ടറുകളുടെ നടത്തിപ്പിനും സെക്യൂരിറ്റി സംവിധാനം നടപ്പാക്കുന്നതിനും വലിയ ചിലവ് വരുന്നുണ്ടെന്ന ബാങ്കുകളുടെ അഭ്യർത്ഥന മാനിച്ചാണ് RBI നിരക്ക് വർധനയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ട്രെയിൻ യാത്രയിലും ഇന്നു മുതൽ പുതിയ മാറ്റം നിലവിൽ വന്നു. വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകളുമായി സ്ലീപ്പർ AC കോച്ചുകളിൽ ഇന്നു മുതൽ യാത്ര ചെയ്യാൻ സാധിക്കില്ല. കൺഫേം ടിക്കറ്റുമായി ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരുടെ സുരക്ഷിതത്വവും യാത്രാ അനുഭവവും മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് പുതിയ തീരുമാനം. പുതിയ നിർദ്ദേശപ്രകാരം വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകൾ കൈവശമുള്ള യാത്രക്കാർക്ക് സ്ലീപ്പർ അല്ലെങ്കിൽ AC കോച്ചുകളിൽ യാത്ര ചെയ്യാൻ അനുവാദമുണ്ടാകില്ല. അവർക്ക് ജനറൽ കോച്ചുകളിൽ മാത്രമേ യാത്ര ചെയ്യാനാവൂ. IRCTCയുടെ വെബ്സൈറ്റ് വഴി എടുക്കുന്ന വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകൾ ഓട്ടോമാറ്റിക്കായി റദ്ദാവുകയും ചെയ്യും. വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുമായി ധാരാളം പേർ സ്ലീപ്പർ AC കോച്ചുകളിൽ യാത്ര ചെയ്യുകയും ഇത് മറ്റ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാകുന്ന സാഹചര്യം വന്നതോടെയാണ് റെയിൽവേ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. പുതിയ നിയമം ലംഘിച്ച് വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുമായി യാത്ര ചെയ്യുന്നവർക്ക് TTE കനത്ത പിഴ ഈടാക്കും. ശേഷം യാത്ര ചെയ്യാൻ അനുവദിക്കാതെ ജനറൽ കോച്ചുകളിലേക്ക് പോകേണ്ടി വരും. സ്ഥിരീകരിച്ച ടിക്കറ്റുകൾ ഉള്ളവർക്ക് യാത്രയ്ക്കിടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നിയമം നടപ്പാക്കുന്നതെന്ന് നോർത്ത് വെസ്റ്റേൺ റെയിൽവേ ചീഫ് പബ്ലിക് റിലേഷൻസ് ഓഫീസർ അറിയിച്ചു. ചില ട്രെയിനുകളിൽ വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുമായി എത്തുന്ന യാത്രക്കാർ കൺഫേം യാത്രക്കാരുടെ സീറ്റ് കയ്യേറുന്ന സാഹചര്യവുമുണ്ട്. കൂടാതെ വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുമായി എത്തുന്നവർ കാരണം കോച്ചുകൾ തിങ്ങി നിറയുന്ന അവസ്ഥയാണ്. ഇതൊഴിവാക്കാനും കൂടിയാണ് പുതിയ നിയമം നടപ്പാക്കിയത്. അതുകൊണ്ട് വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുമായി സ്ലീപ്പർ AC കോച്ചുകളിൽ യാത്ര ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കെട്ടിടം റെഡി, പക്ഷേ മെഡിക്കൽ ഉപകരണങ്ങൾക്കായി കാത്തിരിപ്പ് തുടരുന്നു. നീണ്ടകര താലൂക്ക് ആശുപത്രിയുടെ ഉദ്ഘാടനം ഇനിയും വൈകും. താലൂക്ക് ആശുപത്രി പദവി ലഭിച്ചിട്ടും ഭൗതിക സൗകര്യങ്ങളും കെട്ടിട സൗകര്യങ്ങളും ഇല്ല. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 46.43 കോടി രൂപയുടെ വികസനത്തിന് 4 വർഷം മുമ്പാണ് തുടക്കം കുറിച്ചത്. 26 കോടി രൂപ കെട്ടിടങ്ങൾക്ക്, 22 കോടി രൂപയ്ക്ക് ലാബ്, ഓപ്പറേഷൻ തിയേറ്റർ, മറ്റ് സൗകര്യങ്ങൾ എന്നിവ ഏർപ്പെടുത്താനാണ് തുക അനുവദിച്ചിരുന്നത്. 5 വർഷം പൂർത്തീകരിച്ചിട്ടും ആശുപത്രി നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. വിവിധ സാങ്കേതിക തടസ്സങ്ങൾ മൂലം നീളുകയാണ്. നിലവിൽ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചെങ്കിലും വൈദ്യുതീകരണ ജോലികൾ പൂർത്തിയായിട്ടില്ല. അതോടൊപ്പം കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനാണ് മെഡിക്കൽ ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിന് കരാർ നൽകിയിരിക്കുന്നത്. ഇവർ നിർമ്മാണം പൂർത്തിയായ കെട്ടിടം സന്ദർശിച്ച് മടങ്ങിയതല്ലാതെ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനവും ഉണ്ടായിട്ടില്ല. നീണ്ടകര താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട നിർമ്മാണത്തിൻ്റെ അനിശ്ചിതത്വം യഥാർത്ഥത്തിൽ നമ്മുടെ നാടിൻ്റെ ആരോഗ്യ മേഖലയെ തന്നെ കാര്യമായി ബാധിക്കുന്നൊരവസ്ഥയിലാണ്. കാരണം 9 വർഷത്തിലധികമായി തറക്കല്ലിട്ട് പ്രവർത്തനം ആരംഭിച്ച താലൂക്ക് ആശുപത്രി നാളിതുവരെയും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയ അനാസ്ഥയായിട്ട് മാത്രമേ നമുക്കതിനെ കാണാൻ കഴിയൂ. കാരണം ഈ നീണ്ടകര പഞ്ചായത്തിലെ അതടക്കം ഈ പ്രദേശത്തെ ആളുകളുടെ ചികിത്സാ സൗകര്യങ്ങൾ പലപ്പോഴും അവർക്ക് മറ്റാശുപത്രിയിലെ ആശ്രയിക്കേണ്ട ഗതികളിലേക്ക് എത്തിയിരിക്കുന്നു. ചികിത്സാ സൗകര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഓപ്പറേഷൻ തിയേറ്റർ ഇല്ലാത്തതുകൊണ്ട് IC യൂണിറ്റ് ഇല്ലാത്തതുകൊണ്ടും 9 വർഷമായി ഈ പ്രദേശത്തെ ജനങ്ങളടക്കമുള്ള ആളുകൾ മറ്റ് ജില്ലാ ആശുപത്രി അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. യഥാർത്ഥത്തിൽ ഒരു പ്രദേശത്തെ ഏറ്റവും നല്ല ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കേണ്ട ആശുപത്രി നിർമ്മാണത്തിൻ്റെ
ആ കൃത്യതയില്ലാതെ മുന്നോട്ട് പോകുന്നത് കാരണം വലിയ ബുദ്ധിമുട്ടാണ് ആ പ്രദേശത്തെ ജനങ്ങളടക്കമുള്ളവർക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നിർമ്മാണം പൂർത്തീകരിക്കുന്നത് സംബന്ധിച്ച് ചവറ MLA സുജിത്ത് വിജയൻപിള്ള പലതവണ നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചതാണ്. വേഗത്തിൽ പൂർത്തീകരിക്കുമെന്ന് മന്ത്രിമാർ ഉറപ്പു നൽകിയെങ്കിലും നിർമ്മാണം നീളുകയാണ്. ആരോഗ്യവകുപ്പ് മന്ത്രിയും ഇത് സംബന്ധിച്ച ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചു ചേർത്ത് നിർദ്ദേശം നൽകിയതാണ്. കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിനാണ് നിർമ്മാണ ചുമതല. ജൂലൈയിൽ നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യുമെന്നാണ് അധികൃതരുടെ വിശദീകരണം. ന്യൂസ് ബ്യൂറോ, ചവറ. രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞിട്ടും ഇന്ധന വില കുറയ്ക്കാതെ കേന്ദ്ര സർക്കാർ. അധിക ഭാരം ജനങ്ങളിൽ അടിച്ചേൽപ്പിച്ച് കേന്ദ്രവും പൊതുമേഖലാ എണ്ണ കമ്പനികളും കോടികൾ കൊയ്യുകയാണ്. രാജ്യാന്തര വിലക്കനുസരിച്ച് ഇന്ത്യ വാങ്ങുന്ന എണ്ണയുടെ ശരാശരി വിലയിലും വൻ കുറവുണ്ടായി. രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഏറെ താഴ്ന്നിട്ടും അധിക ഭാരം ജനങ്ങളിൽ അടിച്ചേൽപ്പിച്ച് കേന്ദ്രവും പൊതുമേഖലാ എണ്ണ കമ്പനികളും കോടികളാണ് കൊയ്യുന്നത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നീ 3 പൊതുമേഖലാ എണ്ണ കമ്പനികളാണ് ഉള്ളത്. ഇവ മൂലം വിതരണം ചെയ്യുന്ന ഇന്ധനത്തിന് 107 രൂപയോളമാണ് കേരളത്തിൽ ലിറ്ററിന് ഈടാക്കുന്നത്. 2 മാസത്തിനിടെ അസംസ്കൃത എണ്ണവില ബാരലിന് വലിയ തോതിലാണ് കുറവുണ്ടായത്. ഭാവിയിൽ അസംസ്കൃത എണ്ണവില കൂടിയാൽ തീരുവ കുറിച്ചില്ലെങ്കിൽ ബാധ്യത ജനത്തിനായിരിക്കും. എണ്ണയുടെ വില താഴ്ന്ന ആഗോള വിപണിയിലെ വിലയ്ക്കനുസരിച്ച് ഇന്ത്യ വാങ്ങുന്ന എണ്ണയുടെ ശരാശരി വിലയിലും കുറവുണ്ടായി. ഏപ്രിലിൽ ഇന്ത്യ വാങ്ങിയ എണ്ണയുടെ ശരാശരി വില $74.31 ഈ സാഹചര്യത്തിൽ ഇന്ധനവിലയിൽ ഉപഭോക്താവിനുണ്ടാകേണ്ട ന്യായമായ ലാഭമാണ് നിഷേധിക്കപ്പെടുന്നതെന്ന് ഓൾ കേരള പെട്രോളിയം ഫെഡറേഷൻ ഡീലേഴ്സ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഷ്റഫ് സഫ പറഞ്ഞു. എന്തുകൊണ്ട് ക്രൂഡ് ഓയിലിന്റെ വിലക്കുറവ് ജനങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ പകരുന്നില്ല എന്നാണ് ഞങ്ങളുടെ സംശയം. ഇതിനെ ആശ്രയിക്കുന്ന പൊതുമേഖലാ ഓയിൽ കമ്പനികളുടെ ഡീലർമാരെ നശിപ്പിച്ചുകൊണ്ട് 30,000 പെട്രോൾ പമ്പുകളും തുറന്നു വെച്ചുകൊണ്ട് ഈ 110 രൂപയ്ക്കും 105 രൂപയ്ക്കൊക്കെ ഡീസൽ പെട്രോൾ വിൽക്കുകയും അമിതമായ കൊള്ളലാഭം കൊയ്യുന്ന കമ്പനികൾക്ക് മൂക്ക് കയറിടേണ്ടത് കേന്ദ്ര ഗവൺമെന്റുകളാണ്. അടിയന്തരമായിട്ട് പൊതുജനങ്ങൾക്ക് ആശ്വാസമാകുന്ന ഇന്ധനവില നേർപകുതി വിലയ്ക്ക് ഇപ്പോൾ ഇന്ധനം വിതരണം നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. 1 ലിറ്റർ പെട്രോൾ അടിക്കുന്നവന് 50 രൂപ അവന്റെ പോക്കറ്റിൽ നിന്ന് പിടിച്ചു പറിച്ച് വിദേശ ഓയിൽ കമ്പനികൾക്ക് നൽകുന്ന ഒരു സമീപനം ഉപേക്ഷിക്കണം എന്നാണ് ആൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സിന് ആവശ്യപ്പെടാനുള്ളത്. അതേസമയം ക്രൂഡ് ഓയിലിന്റെ വിലയിടിവിനെ തുടർന്ന് സ്വകാര്യ ഓയിൽ കമ്പനികൾ ഇന്ധനം ലിറ്ററിന് 1 രൂപയോളം കുറച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ടൂറിസം സാധ്യതകൾ കുറഞ്ഞ താലൂക്കുകളിൽ ഒന്നാണ് കരുനാഗപ്പള്ളി. ഉള്ളവയാകട്ടെ മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയുന്നുമില്ല. ഇതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കരുനാഗപ്പള്ളിയിലെ DTPCയുടെ ബോട്ട് ജെട്ടി. കരുനാഗപ്പള്ളി കന്നേറ്റിക്കായലിലെ DTPCയുടെ വിനോദസഞ്ചാര ബോട്ട് സർവീസുകൾ നിലച്ചിരിക്കുകയാണ്. കന്നേറ്റി ബോട്ട് ജെട്ടി കേന്ദ്രീകരിച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് DTPC ബോട്ട് സർവീസുകൾ ആരംഭിച്ചത്. ആദ്യം ഒരു പുരവഞ്ചിയും ചെറുതും വലുതുമായ സ്പീഡ് ബോട്ടുകളുമാണ് ഇവിടെ നിന്നും സർവീസ് നടത്തിയിരുന്നത്. ബോട്ടു ജെട്ടിയിൽ നിന്നാരംഭിച്ച് കന്നേറ്റിക്കായലും വട്ടക്കായലും TS കനാലും ചുറ്റിയായിരുന്നു ബോട്ട് യാത്ര. വിശാലമായ വിസ്തൃതിയിൽ പരന്നൊഴുകുന്ന കന്നേറ്റിക്കായലിലൂടെയും TS കനാലിലൂടെയുമുള്ള യാത്രകൾക്കായി ഒട്ടേറെ പേരാണ് എത്തിയിരുന്നത്. മണിക്കൂർ നിരക്കിലായിരുന്നു ചാർജുകൾ. ആവശ്യമുള്ളവർക്ക് ഭക്ഷണവും ഒരുക്കിയിരുന്നു. ആളുകൾ ഒഴിവു ദിവസങ്ങളിൽ കുടുംബത്തോടൊപ്പവും ബോട്ട് യാത്ര നടത്തിയിരുന്നു. മാതാ അമൃതാനന്ദമയി മഠം TS കനാലിന്റെ തീരത്താണ്. ഇവിടെ എത്തുന്ന വിദേശികളും ബോട്ട് യാത്രയ്ക്ക് എത്തിയിരുന്നു. കന്നേറ്റിയിൽ നിന്നും യാത്ര ആരംഭിച്ച് അഴീക്കൽ ബീച്ചും കായംകുളം മത്സ്യബന്ധന തുറമുഖവും വലിയഴീക്കൽ പാലവും കണ്ടു മടങ്ങുന്നവരും ധാരാളമായിരുന്നു. എന്നാൽ പല കാരണങ്ങളാൽ ബോട്ട് സർവീസുകൾ ഒന്നൊന്നായി കുറഞ്ഞു. അറ്റകുറ്റപ്പണികൾക്കും മറ്റുമായി പുരവഞ്ചികൾ ഉൾപ്പെടെ പിൻവലിച്ചു. പകരം ബോട്ടുകൾ എത്താതായി. പേരിനു മാത്രം ഒരു സ്പീഡ് ബോട്ട് ഇവിടെ സർവീസ് നടത്തിയിരുന്നു. പള്ളിക്കലാറിൽ വിവിധ ഇനം പായലുകൾ വ്യാപകമായതോടെ ബോട്ട് യാത്ര ദുഷ്കരമായി. അടിത്തട്ട് വരെ വ്യാപിച്ചു കിടക്കുന്ന പായലുകൾക്കിടയിലൂടെയുള്ള യാത്ര അപകട സാധ്യത വർദ്ധിപ്പിച്ചു. ഒപ്പം ഇഴഞ്ഞു നീങ്ങുന്ന പുതിയ പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട മണൽത്തിട്ട രൂപപ്പെട്ടതും സഞ്ചാരത്തിന് തടസ്സമായി. ഇതോടെ സ്പീഡ് ബോട്ടുകളുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി നിലച്ചു. സർവീസ് ബോട്ടുകളും ഇല്ലാതായി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്കൊടുവിൽ പുനലൂർ ശ്രീരാമവർമ്മപുരം മാർക്കറ്റ് നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഫിഷറീസ് വകുപ്പിൻ്റെ കീഴിലുള്ള തീരദേശ വികസന കോർപ്പറേഷനും നഗരസഭയും ചേർന്നാണ് മാർക്കറ്റിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്.
ഫിഷറീസ് വകുപ്പിന്റെ കീഴിലുള്ള തീരദേശ വികസന കോർപ്പറേഷനും നഗരസഭയും ചേർന്നാണ് ശ്രീരാമവർമ്മപുരം മാർക്കറ്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനായി കഴിഞ്ഞ ദിവസം തന്നെ അധികൃതരെത്തി മാർക്കറ്റിലെ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി. നവീകരണവുമായി ബന്ധപ്പെട്ട നഗരസഭാ അധികൃതർ വ്യാപാരികളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. നിലവിൽ ഇന്ന് നമ്മൾ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള വർക്കുകൾ ആരംഭിക്കുകയാണ്. ഫെൻസിംഗ് തിരിച്ചതിന് ശേഷം ഫൗണ്ടേഷൻ വർക്കുകളും ഡിമോളിഷൻ വർക്കുകളും ആദ്യമേ സ്റ്റാർട്ട് ചെയ്യും. ഡിമോളിഷൻ്റെ പ്രവർത്തനമാണ് അടുത്ത് പോകുന്നത്. ഈ കടക്കാർ മാറി പുതിയ താൽക്കാലിക സംവിധാനങ്ങളോട്ട് മാറുന്നതിനനുസരിച്ച് നമ്മൾ കെട്ടിടങ്ങൾ പൊളിച്ചു തുടങ്ങും. കെട്ടിടങ്ങൾ പൊളിച്ചാൽ ഉടൻ തന്നെ ഫൗണ്ടേഷൻ പ്രവർത്തികൾ ആരംഭിച്ച് കെട്ടിടം സമയബന്ധിതമായിട്ട് തീർക്കാനാണ് പ്ലാൻ പ്രകാരം ഞങ്ങൾ തയ്യാറാക്കിയത്. 5.65 കോടി രൂപ ചിലവഴിച്ച് 21,000 ചതുരശ്രയടി വിസ്തൃതിയിലാണ് മാർക്കറ്റ് നവീകരിക്കുന്നത്. ഇവിടെ 37 കടകൾ, 25 മത്സ്യ സ്റ്റാളുകൾ, 24 ഉണക്കമീൻ സ്റ്റാളുകൾ, വഴിയോര കച്ചവടക്കാർക്കായി 33 സ്റ്റാളുകൾ, 2 ഗോഡൌൺ, ശൗചാലയങ്ങൾ തുടങ്ങിയവയും നിർമ്മിക്കും. വലിയ സന്തോഷമുണ്ട്. വ്യാപാരികളുടെ സഹകരണത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും ഈ ഒരു പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. നഗരസഭയുടെ ഭരണ നേതൃത്വവും നമ്മുടെ കോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ജീവനക്കാരും അതുപോലെ തന്നെ നമ്മുടെ നഗരസഭാ ജീവനക്കാരും എല്ലാവരും ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നു. വലിയ സന്തോഷം. വ്യാപാരികളെ ഈ അവസരത്തിൽ നമ്മുടെ ഈ പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കി തന്നതിന് നന്ദി കൂടി നഗരസഭയ്ക്ക് വേണ്ടി അറിയിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. റോഡ് തകർന്നിട്ട് നാളുകളേറെയായിട്ടും നവീകരണത്തിന് നടപടിയില്ല. ഇതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. കരുനാഗപ്പള്ളി കരോട്ടുമുക്ക് SV മാർക്കറ്റ് റോഡിൻ്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് റോഡ് ഉപരോധിച്ചത്. IRE നടത്തുന്ന മണൽ ഖനനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാഹന ബാഹുല്യമാണ് റോഡ് തകരാൻ പ്രധാന കാരണമായത്. അനിയന്ത്രിതമായ വാഹനങ്ങളുടെ സഞ്ചാരമാണ് റോഡ് തകർച്ചയ്ക്ക് കാരണമെന്ന് സമരക്കാർ പറയുന്നു. കഴിഞ്ഞ വർഷം നവംബർ 9-ന് PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റോഡ് മെയിന്റനൻസിനായി IRE മൈനിംഗ് ഓഫീസർക്ക് അനുമതി നൽകിയിട്ടും റോഡ് സഞ്ചാരയോഗ്യമാക്കിയിരുന്നില്ല. പൊതുമരാമത്ത് വകുപ്പും IRE അധികൃതരും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തിറങ്ങിയത്. ഉപരോധ സമരം DCC വൈസ് പ്രസിഡന്റ് ചിറ്റുമുല നാസർ ഉദ്ഘാടനം ചെയ്തു. ഈ സമരത്തെ അതിന്റെ ഗൗരവം അധികാരം ഉൾക്കൊള്ളും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. എന്നിരുന്നാലും ഒരു ഉറപ്പ് ലഭിക്കാതെ ഈ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ഈ സമരത്തെ കണ്ടില്ല എന്ന് നടിക്കുന്ന അധികാരിയുടെ മുന്നിൽ ഞങ്ങൾ പറയുന്നു, കണ്ടില്ല എങ്കിൽ നിങ്ങളുടെ കണ്ണ് തുറപ്പിക്കുന്നത് വരെ ഈ സമരവുമായി മുന്നോട്ട് പോകും എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് പനക്കുളങ്ങര അധ്യക്ഷത വഹിച്ചു. സമരസ്ഥലത്തെത്തിയ IRE മൈനിംഗ് ഓഫീസർ ദിനു ചന്ദ്രന്റെയും പോലീസ് ഓഫീസർമാരുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ മെയ് 30-ന് മുമ്പ് റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാമെന്ന ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത്. നിങ്ങളെല്ലാവരും കൂടെ പറഞ്ഞ് നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ടായെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓൾറെഡി ടെൻഡർ ആയെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇതിനകത്ത് വന്നു. അത് ആക്ച്വലി അത് കഴിഞ്ഞിട്ട് ഇതുവരെ നടന്നിട്ടില്ല. അത് നമുക്കും ബുദ്ധിമുട്ടുണ്ട്, കാരണം നമ്മുടെ വണ്ടി പോകുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം ഇതിൻ്റെ മെയിൻ്റനൻസ് നമ്മൾ ചെയ്യുന്നത്. അഡ്വക്കേറ്റ് K ജവാദ്, ബോബൻ ജി നാഥ്, സുഭാഷ് ബോസ്, MK വിജയഭാനു, ജോയ് വർഗീസ്, മുനമ്പത്ത് ഗഫൂർ, നിസാർ, ബീന ജോൺസൺ, രമേശ് ബാബു, PV ബാബു, ഷാജഹാൻ വാഴിയത്ത്, സാബു, അലി, തയ്യിൽ തുളസി, കുഞ്ഞുമോൻ, ഓട്ടത്തിൽ സലാം, VK രാജേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. CPI ഓച്ചിറ പടിഞ്ഞാറ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമ്മേളനം നടത്തി. ഇതിൻ്റെ ഭാഗമായി പൊതുസമ്മേളനവും നടത്തി. ഓച്ചിറ ടൗണിലാണ് പൊതുസമ്മേളനം സംഘടിപ്പിച്ചത്. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു. CPI ഓച്ചിറ പടിഞ്ഞാറ് ലോക്കൽ സമ്മേളനം നടത്തി. സമ്മേളനത്തിന്റെ ഭാഗമായി ഓച്ചിറ ടൗണിൽ പൊതുസമ്മേളനം നടന്നു. ഓച്ചിറ ടൗണിലെ മനക്കൽ സോമൻ നഗറിലാണ് പൊതുസമ്മേളനം സംഘടിപ്പിച്ചത്. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രത്യേക സാഹചര്യത്തിലും ഒരുപാട് സമസ്യകളുള്ള ഒരു സമൂഹത്തിലും ജീവിക്കുന്നവരാണ്. ഇന്ന് നമുക്ക് വീട്ടിൽ ആഹാരം വേവിക്കുമെങ്കിൽ ആഹാരത്തിന് ക്ഷാമമില്ല. അത്യാവശ്യം പൈസയിൽ ഏതെങ്കിലും ജോലിയെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. പക്ഷെ നമുക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട്.
ഒരു ദാരിദ്ര്യമുള്ള കാലത്തുണ്ടായിരുന്നതിനേക്കാൾ സങ്കടങ്ങൾ മനുഷ്യനുണ്ട്. സമ്മേളനത്തിന് മുന്നോടിയായി പ്രകടനവും നടന്നു. നൂറുകണക്കിന് പ്രവർത്തകർ പ്രകടനത്തിൽ പങ്കെടുത്തു. CPI മണ്ഡലം ജില്ലാ നേതാക്കളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പ്രധാന വാർത്തകൾ വീണ്ടും. സാർവദേശീയ തൊഴിലാളി ദിനം. വിവിധ കേന്ദ്രങ്ങളിൽ മെയ് ദിന റാലികളും പൊതുയോഗവും സംയുക്ത ട്രേഡ് യൂണിയനുകളുടെയും വിവിധ തൊഴിലാളി സംഘടനകളുടെയും ആഭിമുഖ്യത്തിലായിരുന്നു മെയ് ദിനാചരണം. കെട്ടിടം റെഡി. മെഡിക്കൽ ഉപകരണങ്ങൾക്കായി പക്ഷേ കാത്തിരിപ്പ് തുടരുന്നു. നീണ്ടകര താലൂക്ക് ആശുപത്രി ഉദ്ഘാടനം ഇനിയും വൈകും. വികസനത്തിന് തുടക്കം കുറിച്ചത് 4 വർഷം. രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞിട്ടും ഇന്ധന വില കുറയ്ക്കാതെ കേന്ദ്ര സർക്കാർ. അധിക ഭാരം ജനങ്ങളിൽ അടിച്ചേൽപ്പിച്ച് കേന്ദ്രവും പൊതുമേഖലാ എണ്ണ കമ്പനികളും. രാജ്യാന്തര വിലക്കനുസരിച്ച് ഇന്ത്യ വാങ്ങുന്ന എണ്ണയുടെ ശരാശരി വിലയിലും വൻ കുറവ്. കാത്തിരിപ്പുകൾക്കൊടുവിൽ പുനലൂർ ശ്രീരാമവർമ്മപുരം മാർക്കറ്റ് നവീകരണത്തിന് തുടക്കമായി. തീരദേശ വികസന കോർപ്പറേഷനും നഗരസഭയും ചേർന്നാണ് നിർമ്മാണം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.